വി എസിന്റെ മകനും മത്സരിക്കാൻ ഒരുങ്ങുകയാണല്ലോ സർ. വി എസിൻ്റെ മകൻ മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറയുന്നിരുന്നത് പിണറായി വിജയൻ വി എസിൻ്റെ മകനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. നമ്മൾ ആലോചിക്കണം, വി എസ് അച്യുതാനന്ദനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്ന ആളാണ് പിണറായി വിജയൻ. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഈ ശംഖുമുഖം കടപ്പുറത്ത് 2 കസേര എടുത്തിടണം, അതിലൊന്നിൽ വി എസിനെ ഇരുത്തണം, ഒന്ന് പിണറായി ഇരുത്തണം. അങ്ങനെ മറ്റാരുമില്ലാതെ ഇവർ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുമെന്ന് പണ്ടാരോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. തീർത്താൽ തീരാത്ത കുടിപ്പക വി എസിനെ ഒരു കുലംകുത്തിയായിട്ടാണ് പിണറായി വിജയൻ കണ്ടത്. കുലംകുത്തിയുടെ വിധി ടി പി ചന്ദ്രശേഖരൻ്റെ വിധിയാണ്. പക്ഷേ വി എസിനെ ടി പിയെ പോലെ 51 57 ഒക്കെ വെട്ടി കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് കൊന്നില്ല പാർട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വി എസിൻ്റെ കൂടെ മാസ് ഉണ്ടായിരുന്നു, ജനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് വി എസിനെ ഉന്മൂലനം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എം സ്വരാജിനെ പോലെയുള്ള ആളുകൾ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ് വി എസ്. അത് അങ്ങനെ തന്നെ പറഞ്ഞതാണെന്ന് ഈ ഇടയ്ക്ക് ഒരുപാട് പേർ സ്ഥിരീകരിച്ചു. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. സുരേഷ് കുറുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ വാർത്തയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടന്നില്ല. അപ്പോൾ വി എസിനോട് പിണറായിക്കും പിണറായിയുടെ പക്ഷത്ത് പിണറായിയുടെ ചാവേറുകളായി അണിനിരന്നവർക്കും ഉണ്ടായിരുന്ന കലിപ്പെന്ന് പറഞ്ഞാൽ കൊടും പകയുടെ കലിപ്പായിരുന്നു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് 2ാമത് മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിൽ വി എസിൻ്റെ മുന്നിൽ നിർത്തി പിണറായിക്ക് മത്സരിക്കേണ്ടി വന്നു. വി എസിൻ്റെ പട്ടമൊക്കെ വെച്ച് മത്സരിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ വി എസിന് അത് സംബന്ധിച്ച് എൻ്റെ നാട്ടിലെ ഒരു ചായക്കടക്കാരൻ പറഞ്ഞതെന്നറിയോ, ഭരണം കിട്ടി, വി എസ് ആയിരുന്നു നയിച്ചത്, വി എസിൻ്റെ മുഖമായിരുന്നു, വി എസ് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിട്ടാണ് ജനം വോട്ട് ചെയ്തത്. പക്ഷേ അതേക്കുറിച്ച് എൻ്റെ നാട്ടിലെ ചായക്കടക്കാരൻ പറഞ്ഞ വി എസിന് അടിച്ച ബമ്പർ ലോട്ടറി പിണറായി അടിച്ചുകൊണ്ട് പോയതാണ്. ശരിയല്ലേ? വി എസിൻ്റെ മുഖം കാണിച്ച് വി എസ് ആയിരിക്കും നമ്മളെ നയിക്കുക എന്ന് പറഞ്ഞ് ആണ് പിണറായിയുടെ ആദ്യത്തെ ടേം, 2ാമത്തെ അല്ലേ ഞാൻ പറഞ്ഞ പോലെ, ആദ്യത്തെ ടേമിൽ പിണറായി അധികാരത്തിൽ വിടുന്നത്. പക്ഷേ വി എസിനെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞൊരു മൂലയ്ക്കങ്ങ് ഒതുക്കി, തട്ടക്കെട്ടി അങ്ങ് ഇരുത്തി. പക്ഷേ വി എസിന് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹം വളരെ സജീവമായി നിൽക്കുമ്പോൾ ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നം വരുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രായം 100 വയസ്സിന് മുകളിലായിട്ടിരുന്നു വി എസിന്. അങ്ങനെ വി എസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഫാക്ടറാണ്. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ CPM 3ാമത് ഭരണം കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച നിലയായിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് ഈ ശബരിമല വിഷയം വീണ്ടും വന്ന് ഇടുത്തി പോലെ വന്നു വീണത്. അപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ച ഭരണം ഇനിയിപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലാണ് CPM ഇപ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പൊന്നും കണ്ട് നോക്കണ്ട, UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന ഒരു നിലയായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. UDF LDF ആരെന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറിയിട്ടുണ്ട്. അതൊരു ചിലപ്പം തൂക്ക് സഭ പോലെ ഉണ്ടാവാം, BJPയുടെ മുന്നേറ്റം പോലെ ഇരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഭരണം ഇനി കിട്ടിയില്ലെങ്കിൽ CPMന് വലിയ തകർച്ചയായിരിക്കും. കാരണം 10 വർഷത്തെ കണക്ക് വീട്ടാനുണ്ട് UDFന്. കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ ചോരയ്ക്ക് കണക്ക് തീർക്കാനുണ്ട്. ഒരുപാട് എണ്ണി പറഞ്ഞ് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷേ കോൺഗ്രസ് അല്ലേ പാർട്ടി, ഇവർ കോംപ്രമൈസ് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ ഏതായാലും ഭരണം കിട്ടില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതിൻ്റെ ആശങ്കയുള്ളതുകൊണ്ട് CPM അല്ലെങ്കിൽ പിണറായി വിജയൻ താൻ മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുകളൊക്കെ വിഴുങ്ങുകയാണ്. ഒന്ന്, ഈ 2 തവണ മത്സരിച്ചവർ മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഇളവ്, അല്ലെങ്കിൽ 75 വയസ്സെന്നുള്ള പ്രായപരിധി ഇളവ് പിണറായി വിജയന് എന്ന കാരണഭൂതന് മാത്രം കൊടുക്കാൻ വെച്ചിരുന്നതൊക്കെ ഒന്ന് മാറ്റാൻ പോവുക. 2 തവണ മത്സരിച്ച വീണ ജോർജിനും കായംകുളത്ത് പ്രതിഭയ്ക്കും അങ്ങനെ പലർക്കും ഇളവ് കൊടുക്കാൻ 3ാം തവണയും മത്സരിച്ചോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത് കടകംപള്ളി ഇല്ല കേട്ടോ. കടകംപള്ളിക്ക് സീറ്റ് വേണ്ട. കാരണം കടകംപള്ളിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിലിൽ കിടന്ന് മത്സരിക്കേണ്ടി വരും. കായംകുളം കൊച്ചുണ്ണിയുടെ ഒക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന തരത്തിൽ ശബരിമല കൊള്ളക്കാരനെന്ന് ആളുകൾ വിളിക്കുന്ന കടകംപള്ളിക്ക് സീറ്റ് കൊടുത്ത് വീണ്ടും ഒരു പഴി കേൾക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല എന്നാണ് പൊതുവിൽ പറയപ്പെടുന്ന കാര്യം. അപ്പോൾ അങ്ങനെ 2 വർഷം കഴിഞ്ഞ ആളുകളെ, 2 വർഷം MLA-മാരായ ആളുകൾക്കും KK ശൈലജയെ പത്രസമ്മേളനത്തിന് കോവിഡ് കാലത്ത് കൂടെ ഇരുത്തിയ പിണറായി ഒറ്റയടിക്ക് അടിച്ച് പുറത്താക്കി. കാരണം ഇമേജ് KK ശൈലജ കൂടി വരുന്നു, തന്നെക്കാളും പ്രഭയുള്ള ഒരാൾ വരണ്ട എന്ന് കരുതി ഒഴിവാക്കിയതാണ്. അങ്ങനെ ശൈലജയെ ഒഴിവാക്കി. പക്ഷേ ശൈലജയ്ക്ക് ഇത്തവണ സീറ്റ് വീണ്ടും കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 വർഷം കഴിഞ്ഞവരെ ഒന്നും വേണ്ടെന്നുള്ള തീരുമാനം മാറ്റുന്നു. പിന്നെ VSൻ്റെ ഒരു ഇഫക്റ്റ്, VSൻ്റെ മകനുമുണ്ട്. VSൻ്റെ മകൻ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിച്ച് പഴയ VS അനുഭാവികളെ കൂടെ ഉദ്ധരിച്ചു പിടിക്കുക. അതോടൊപ്പം ഒരു ഈഴവ വോട്ട് ബാങ്കുണ്ട്. VS പിണറായി ഈഴവ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
അത് മലബാറിലൊക്കെ ഈഴവരുണ്ടോ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ, തർക്ക വിഷയമാണ്. ഏതായാലും ഒരു ഈഴവ വോട്ട് ബാങ്ക് കൂടെ സമാഹരിക്കാൻ വേണ്ടി BS വികാരം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ BSൻ്റെ 4 ചിത്രം കൂടെ അച്ചടിച്ച് വെക്കാൻ പാകത്തിന് BSൻ്റെ മകൻ അരുൺകുമാറിനെ മത്സരിപ്പിക്കാം എന്നൊരു ആലോചന ഉണ്ടെന്ന് പറയുന്നു. അതുമാത്രമല്ല, അരുൺകുമാറിനോട് ഇനിയൊരു കാര്യം ചെയ്യൂ, BS അരുൺകുമാറാണല്ലോ, അപ്പോൾ BS അരുൺകുമാറോടെ ഒന്ന് ലൈവായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങണം. അപ്പോൾ IHRDയുടെ മറ്റോ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ചുമതലയോ മറ്റോ ഉണ്ട്, അത് ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും, രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അരുൺകുമാർ ഇത് നിഷേധിക്കുന്നൊക്കെയുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും മത്സരിക്കുകയാണെങ്കിൽ സുധാകരൻ്റെ സീറ്റ് കിടപ്പുണ്ട്, സുധാകരൻ്റെ സീറ്റ് അമ്പലപ്പുഴ അല്ലെങ്കിൽ മറ്റൊരു പുഴയായ VS നിന്ന് ജയിച്ചിട്ടുള്ള മലമ്പുഴയിൽ പക്ഷേ അത്ര പന്തിയൊന്നുമല്ല, 48,000 വോട്ടാണ് BJP ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് മലമ്പുഴ അത്ര സേഫൊന്നുമല്ല. അപ്പോൾ അരുൺകുമാറിനെ ജോലി രാജിവെപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി തെരഞ്ഞെടുപ്പിന് തോറ്റും കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. ചിലപ്പോൾ പിണറായി എന്തെങ്കിലും കൊടുത്തേക്കും. കാരണം സ്വന്തം അച്ഛനെ ഉപദ്രവിച്ച് അച്ഛൻ്റെ പാപ്പിനിശ്ശേരി പാമ്പ് വളർത്തൽ കേന്ദ്രം അടക്കം തീയിട്ട് നശിപ്പിച്ച അതേ പാർട്ടിക്കാരൻ്റെ കൂടെ പോയി സ്ഥാനാർത്ഥിയായി ആ പാർട്ടിക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം അവസാനിച്ചു പോയ ഒരു മഹാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അരുൺകുമാറും അച്ഛനോട് CPM ചെയ്തത്, പിണറായി ചെയ്തതൊക്കെ പുറത്തൊരു പക്ഷേ മത്സരിക്കുമോ എന്ന് എനിക്കറിയില്ല, മത്സരിക്കുമായിരിക്കും. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ BSൻ്റെ ഒരു പൈതൃകം, ആ പാരമ്പര്യം വേണമെന്ന് അരുൺകുമാർ വരുന്നു എന്നുള്ളത് BSനോടുള്ള സ്നേഹമൊന്നുമല്ല. കാരണം CPMനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചേ പറ്റുള്ളൂ. ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്തോ വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകും എന്ന് പറയും. പക്ഷേ പഴയ മുദ്രാവാക്യങ്ങളിലെ കണ്ണേ കരളെ VS എന്ന് വിളിച്ചിരുന്ന പിണറായി ഉൾപ്പെടെയുള്ളവർ ബക്കറ്റിലെ വെള്ളമാണ് BS എന്ന് പറഞ്ഞ പാർട്ടി അല്ലേ, ബക്കറ്റിലെ വെള്ളമാണ് VS. പിന്നെ ഈ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ കൊറിയയിലെ കിം അമ്മാവനെ വെട്ടിക്കണ്ടിച്ച് പട്ടിക്കിട്ട് കൊടുത്തതുപോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് BSന് കൊടുക്കണം എന്ന് പറഞ്ഞവരൊക്കെയാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. അപ്പോൾ ഈ CPMൽ മിക്കവാറും സ്വരാജ് മത്സരിക്കുന്നില്ലെന്നാണ് കേട്ടോ കേൾക്കുന്നത്. സ്വരാജ് മൊത്തത്തിൽ ഇലക്ഷൻ്റെ കോർഡിനേഷൻ നോക്കുക എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം സ്വരാജ് മത്സരിച്ചാൽ സ്വരാജ് അയ്യപ്പൻ്റെ മറ്റേ ബ്രഹ്മചര്യം മാറിക്കാണും. കോവിഡ് കാലത്ത് ആരും സന്നിധാനത്തിലേക്ക് വരാതിരുന്നത് കൊണ്ട് മാളികപ്പുറത്ത് പോയി കല്യാണം കഴിച്ച് കാണും. ഈ പമ്പയിലൂടെ ഒഴുകുന്നില്ല, കേരളത്തിലുണ്ടായ പ്രളയം എന്ന് പറയുന്നത് മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ്. കാരണം അയ്യപ്പൻ കല്യാണം കഴിക്കാത്തതുകൊണ്ടുള്ള കണ്ണീരാണെന്നൊക്കെയുള്ള കുപ്രസിദ്ധമായ പ്രസംഗങ്ങളുണ്ട്. അത് സംബന്ധിച്ചൊരു കേസുണ്ട്. ആ കേസിൽ കഴിഞ്ഞ ദിവസമാണ് കോടതി സ്വരാജിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വരാജിനെക്കുറിച്ചുള്ള പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തില്ല. അങ്ങനെ ഒരാൾ സ്വകാര്യ അന്യായം കൊടുത്തു. ആ സ്വകാര്യ അന്യായം കോടതി സ്വീകരിച്ചിട്ട് അതിനൊപ്പം തന്നെ സ്വരാജിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോയൊക്കെ ഹാജരാക്കിയിരുന്നു. ഇപ്പോൾ പോലീസിനോട് ചോദിച്ചിരിക്കുക സ്വരാജിനെ സംബന്ധിച്ച് പോലീസിന് എന്താണ് പറയാനുള്ള റിപ്പോർട്ട് ചോദിച്ചിരിക്കുക. പോലീസിന് ഈ സ്വരാജ് ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ആ പ്രസംഗം ഹാജരാക്കി കഴിഞ്ഞാൽ മിക്കവാറും തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിലൊരു നടപടി ഉണ്ടാവും. അപ്പോൾ അയ്യപ്പൻ്റെ പേരിൽ അയ്യപ്പനെ ആക്ഷേപിച്ച സ്വരാജിനെ മത്സരിപ്പിച്ചാൽ അത് വീണ്ടും ഒരു വലിയ തിരിച്ചടിയാവുമെന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വരാജ് മത്സരിക്കേണ്ട, കടകംപള്ളി അയ്യപ്പനെ ശബരിമല കൊള്ളയടിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ദേവസ്വം മന്ത്രി മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതോടൊപ്പം വീണ ജോർജ് ഏറ്റവും കൂടുതൽ ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്കും ട്രോളുകൾക്കും വിധേയായ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് വീണ ജോർജാണ്. വീണ ജോർജ് മത്സരിക്കട്ടെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഭ കായംകുളത്ത് വലിയ തോതിൽ പാർട്ടിക്കാരുമായിട്ട് കുസ്തി പിടിക്കുകയും വലിയ വിരുദ്ധ വികാരം ഉണ്ടാവുകയും ചെയ്തു. എന്നാലും പ്രതിഭ അങ്ങ് മത്സരിച്ചോട്ടെ എന്നൊരു തീരുമാനം വരുന്നുണ്ട്. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും CPM ഒരുപാട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും VSനെ പാർട്ടി വീണ്ടും ഓർക്കുന്നത് മകനിലൂടെ ആണ് എന്നത് നല്ല കാര്യമാണ്. കാരണം ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ഒരാളാണ് VS. പക്ഷേ VS ആണ് പിണറായിയെ കൊണ്ടുവന്നത്. എന്നോട് മറ്റൊരാൾ പറഞ്ഞു CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചടയൻ ഗോവിന്ദൻ്റെ മരണമാണ്. CPMൻ്റെ ചരിത്രത്തിലെ പിളർപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPMലുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ചടയൻ ഗോവിന്ദൻ്റെ മരണമാണ്. കാരണം ചടയൻ ഗോവിന്ദൻ മരിച്ചതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയത്. അതുകൊണ്ടാണല്ലോ ഈ പാർട്ടി ഇങ്ങനെ ആയത്. ഈ പാർട്ടി ലോകം മുഴുവൻ ഈ പാർട്ടിയെ പ്രചരിപ്പിച്ച കാരണഭൂതനുണ്ടായത് അങ്ങനെയാണല്ലോ. ഏതായാലും VS എന്നുള്ള പേര് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉയർത്താൻ പിണറായി തയ്യാറാവുന്നത് പരാജയ ഭീതിയിൽ നിന്ന് തന്നെയാണ്.